ഹായ് എവരിവൺ, എല്ലാവർക്കും ഫാൽക്കണക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി റഷീദ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവലിൻ്റെ മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2024 ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പം ഇതിന് മുന്നേ ഉള്ള സീരീസൊക്കെ നിങ്ങൾ കണ്ടു കാണും. പെൻഡിങ് ഒന്നും വെച്ചിട്ടില്ലായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പെൻഡിങ്ങിന് വെക്കാതിരിക്കുക, ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. മെയ് 2 എക്സാം വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷൻ കുറേ അധികം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്തായാലും നല്ല ഒരു ബെനിഫിറ്റ് തന്നെ ആയിരിക്കും. കാരണം എന്താണ്, അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. മാത്സിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ലെവല് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇനി ആ ഒരു ഒരു ഡിഫിക്കൽട്ട് ലെവൽ മീൻസ് നമ്മൾ ഒരുപാട് ഈസി ആണെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ നല്ല ലെവലപ്പ് ആയിട്ടുള്ള അപ്ഗ്രേഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം 2026 നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ മെയ് 2 നടക്കുന്ന ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ പോകാനായിട്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. അപ്പം മാത്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്ത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ടൈം മാനേജ് ചെയ്ത് പോവുക. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ ടൈം അനുസരിച്ച് ചെയ്യാനും ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു പോവുക. ഏത് ടോപ്പിക്കിനാണ് ഫോക്കസ് കൊടുക്കേണ്ടതെന്നുള്ളതും കൂടി നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ തന്നെയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കിതെല്ലാം വഴിയെ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ രീതി മാറി മാറി വരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് നമ്മളുടെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. 5 AM കറക്റ്റായിട്ട് വാച്ചിലെ സമയം സജ്ജീകരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 AM കറക്റ്റായിട്ടാണ് വാച്ചിലെ ടൈം വെച്ചിരിക്കുന്നത്. ഓരോ 30 മിനിറ്റിലും മീൻസ് അരമണിക്കൂർ കൂടുന്ന അനുസരിച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അപ്പൊ ഈ കൂടുതൽ കാണിക്കുക എന്ന് പറയുമ്പോൾ ക്ലോക്കിന്റെ ടൈമിന് ഒരു ഗെയിൻ ആണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. ക്ലോക്ക് ടൈം ഗെയിൻ ആയിരിക്കുകയാണ്, കൂടുക എന്നുള്ളൊരു അർത്ഥമാണ്. അത് ഓരോ 30 മിനിറ്റിലും നമുക്ക് 2 മിനിറ്റ് വീതം ഈ സമയം കൂടുതൽ കാണിക്കുക. അപ്പൊ ക്ലോക്കിലെ സമയം എന്ന് പറയുമ്പോൾ ഗെയിൻ ചെയ്യുകയാണ്, അവിടെ ഒരു ഗെയിൻ ആണ്, കൂടുതലാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ ദിവസം തന്നെ 10:20 AM 2 AM തന്നെയാണ്. 5 AM തുടങ്ങുന്നു, 10:20 AM ഉള്ള സമയമാണ് നമുക്ക് കാണേണ്ടത്. AM ആണോ PM ആണോ എന്നൊക്കെ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ ടൈമിൽ നമ്പേഴ്സ് മാത്രം നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തെറ്റിപ്പോകും. ഒരെണ്ണം AM ആയിരിക്കാം, ചില ക്വസ്റ്റ്യൻസ് മറ്റേത് PM ചോദിക്കാം, ഇതേപോലെ വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് എടുക്കുന്നത് നമുക്ക് തെറ്റിപ്പോകും. അതുകൊണ്ട് AM ആണോ PM ആണോ എന്നും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്യുക. ഇവിടെ 5 AM ആണ്. അതുപോലെ തന്നെ അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ക്ലോക്കിലെ ടൈം ഗെയിൻ ആണ്, അതായത് മുന്നോട്ട് ഇച്ചിരി കൂടുതൽ പോകുന്നതുകൊണ്ട് യഥാർത്ഥ സമയം എന്ന് പറയുന്നത് ഈ 10:20 കുറവായിരിക്കും അല്ലേ. യഥാർത്ഥ സമയം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ടൈം എന്ന് പറയുന്നത് ഈ 10:20 പിന്നിലായിരിക്കും. അത് നമുക്കറിയാമല്ലോ. 30 മിനിറ്റിൽ 2 മിനിറ്റ് വീതം മുന്നോട്ട് കൂടി വരുമ്പം ക്ലോക്കിലെ ടൈമിന് ഒരു ഗെയിൻ സംഭവിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 10:20 എന്ന് പറയുന്നത് ഗെയിൻ ചെയ്ത ടൈമാണ്. ഒറിജിനൽ ടൈം അല്ലെങ്കിൽ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് ഈ 10:20 പിന്നിലായിരിക്കും. ആ ഒരു ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? 30 മിനിറ്റിനനുസരിച്ച് 30 മിനിറ്റ് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് 2 മിനിറ്റ് വീതം കൂടിയിരിക്കുക. അതായത് 2 മിനിറ്റ് ആണ് എക്സ്ട്രാ ആയിട്ട് കൂടുന്നത്. 2 മിനിറ്റ് വീതമാണ് കൂടുതൽ കാണിക്കുന്നത്. ഓക്കെ, ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ കൂടുതൽ കാണിക്കുന്ന എത്രയായിരിക്കും? 2/30. ഓക്കെ, അത് നമ്മൾ അറിയാമല്ലോ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പറയത്തില്ലേ, ഇത്ര ചോക്ലേറ്റ്സിന് ഇത്ര രൂപ, അങ്ങനെയാണെങ്കിൽ ഒരു ചോക്ലേറ്റിന് എത്രയാണ്, ആ ഒരു രീതിയാണ്. ഇപ്പൊ 30 മിനിറ്റിൽ 2 മിനിറ്റ് എക്സ്ട്രാ കാണിക്കുന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ അത്
2/30 ആയിരിക്കും കൂടുതൽ കാണിക്കുന്നത്. ഇനി അടുത്ത ടൈം എത്രയാണ്? ഇനി ഇത് ഇത്ര ഓക്കെ ആണല്ലോ. ഇനി 5 AM ശരിയാക്കി വെച്ച വാച്ച് 10:20 ആയപ്പോൾ 10:20 എത്തി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 10:20 AM ഒറിജിനൽ ടൈമാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് സമയങ്ങളുടെ ഇടയിൽ എത്ര മിനിറ്റ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. 5 AM to 10:20 എന്ന് പറയുമ്പോൾ 5 മണിക്കൂറും 20 മിനിറ്റുമാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. 5 മണിക്കൂറും 20 മിനിറ്റും 5 മണിക്കൂറും 20 മിനിറ്റ്. 5 മണിക്കൂർ എത്രയാണ്? 1 മണിക്കൂർ 60 മിനിറ്റ്. അപ്പൊ 5 മണിക്കൂർ എന്ന് പറയുന്നത് 5 × 60 300. അപ്പൊ മൊത്തം എത്ര കിട്ടും? 320 മിനിറ്റ്. ഓക്കെ, 320 മിനിറ്റ്. ഇതറിയാമല്ലോ. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ എന്ന് പറയുന്നത് 5 × 6 300. അപ്പം എത്രയാണ് ടോട്ടൽ മിനിറ്റ്? 320 മിനിറ്റ് ആണ് വരുന്നത്. അപ്പോൾ 1 മിനിറ്റ് 2/30 ആണ് കൂടുതൽ കാണിക്കുന്നതെങ്കിൽ 320 മിനിറ്റിൽ കൂടുതൽ എത്രയായിരിക്കും കാണിക്കുന്നത്? 2/30 × 320. ഇത്ര മനസ്സിലായില്ലേ? 2/30 × 320. ഇത് ക്യാൻസൽ ചെയ്യുക. പിന്നെ 64/3 വരും. എത്രയാണ്? 21 മിനിറ്റ് ആണ് അവിടെ കൂടുതൽ കാണിച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഈ 10:20 നിന്നും 21 മിനിറ്റ് ഒറിജിനൽ ടൈം എന്ന് പറയുന്നത് പുറകോട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം 30 മിനിറ്റ് കൂടുമ്പോൾ 2 മിനിറ്റ് കൂടുതൽ കാണിക്കുന്നു. അപ്പോൾ 1 മിനിറ്റ് കൂടുതൽ കാണിക്കുന്ന എത്രയാണ്? 2/30 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 5 AM നിന്നും 10:20 AM ഇടയ്ക്ക് വരുന്നത് 320 മിനിറ്റ്. അപ്പം 320 മിനിറ്റിൽ എത്രയാണ് കൂടുതലായിട്ട് വാച്ചിലെ സമയം കാണിക്കുന്നത്? എത്രയാണ്? 21 മിനിറ്റ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ക്ലോക്ക് ടൈം ഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ ടൈം എന്ന് പറയുന്നത് പിന്നിലായിരിക്കും. അതായത് 21 മിനിറ്റ് പിന്നിലായിരിക്കും. അപ്പൊ 10:20 നിന്നും 21 മിനിറ്റ് പിന്നിലെന്ന് പറയുമ്പോൾ 9:59 AM ആണ്. അത് ഓപ്ഷനകത്ത് കാണിക്കുന്നില്ല. അപ്പൊ അത് നമ്മൾ റൗണ്ട് ചെയ്ത് 10 AM എന്നുള്ളത് നമ്മൾ എടുക്കുകയാണ്. അസ്യൂം ചെയ്ത് അസംഷനിൽ അപ്രോക്സിമേറ്റ്ലി 10 AM അല്ലേ? 10:20 നിന്നും 21 മിനിറ്റ് പുറകോട്ടാണ് യഥാർത്ഥ സമയം. ഒറിജിനൽ ടൈം എന്ന് പറയുമ്പോൾ 9:59 AM ആണ്. അത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, നമുക്ക് മാർക്ക് ചെയ്യായിരുന്നു. ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10 AM എന്നുള്ളത് എടുക്കാം. അപ്പൊ എത്രയാണ് വരുന്നത്? 10 AM ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഒരു ട്രിക്കി ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് 10 AM ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ചിന്തിക്കുക. 5 AM ഒരു വാച്ച് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാച്ച് ഇങ്ങനെ ഓടിത്തുടങ്ങിയപ്പോൾ ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും വാച്ചിൽ എക്സ്ട്രാ 2 മിനിറ്റ് ഇങ്ങനെ കൂടുതൽ കാണിക്കുക. അങ്ങനെയാണെങ്കിൽ 10:20 ആകുമ്പോഴത്തേക്ക് വാച്ചിനകത്ത് കാണിക്കുന്ന ഒറിജിനൽ ടൈം എന്തായിരിക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഈ 5 AM 10:20 AM ഇടയിൽ എത്ര മിനിറ്റ് ഉണ്ട്? കാരണം ഇവിടെ മിനിറ്റിൽ കൂടുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം 320 മിനിറ്റ് ഉണ്ട്. 30 മിനിറ്റിൽ 2 മിനിറ്റ് എക്സ്ട്രാ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 320 മിനിറ്റിൽ 21 മിനിറ്റ് ആണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ കൂടുതൽ കാണിക്കുക എന്ന് പറയുമ്പോൾ ഒറിജിനൽ ടൈം എന്ന് പറയുന്നത് ഇത്രയും മിനിറ്റ് പുറകോട്ടായിരിക്കും. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 AM എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇക്വേഷൻ എന്താ പഠിച്ചു വെക്കേണ്ടത്? ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളോ തുടർച്ചയായ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്ന ഇരട്ട സംഖ്യകളോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളോ തന്നിട്ട് അതിലെ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n-1 × d. ഇതങ്ങ് ഓർത്താൽ മതി. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 6. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. അല്ലെങ്കിൽ d എന്ന് പറയുന്നത് എത്രയാ? ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 2. അപ്പൊ എന്താ? 6 -
1 ഇൻറ്റു 2 അല്ലേ? 5 ഇൻറ്റു 2 10. അപ്പം വലുതും ചെറുതുമായിട്ടുള്ള സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ്? 10. അപ്പൊ 10 ആണ് വലിയ സംഖ്യയും ചെറിയ സംഖ്യയുമായിട്ട് വരുന്ന സംഖ്യകളുടെ വ്യത്യാസം. അപ്പൊ ഇത് അറിയാവുന്നവർക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്നും എടുത്തെഴുതേണ്ട കാര്യമില്ല. n-1, അതായത് 6 ഇരട്ട സംഖ്യകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്നത് 5 അല്ലേ? 6 ഇരട്ട സംഖ്യകൾ നമ്മൾ എഴുതി, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ എത്രയായിരിക്കും? 5. തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇരട്ട സംഖ്യകളാവുമ്പോൾ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2. 5 ഇൻറ്റു 2 10. അപ്പൊ എത്രയാണ് ഏറ്റവും വലുതും ചെറുതുമായിട്ടുള്ള സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത്? 10. ഓക്കെ, ഓപ്ഷൻ ബി 10 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ശരാശരി 25 തന്നിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പം എന്താ, ഓരോ സംഖ്യകൾ വേണമെങ്കിൽ ഈ എഴുതി വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ 20ഉം ഏറ്റവും വലിയ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ശരാശരി 25 ആയതുകൊണ്ട് 20ഉം 30ഉം വരും. അങ്ങനെ എഴുതി വേണേലും ചെയ്യാം. അതൊന്നും എഴുതി നമ്മൾ സമയം കളയേണ്ട. ഇതൊന്ന് ആലോചിച്ച് വെക്കുക, ഓർത്ത് മനസ്സിൽ വെക്കുക. തുടർച്ചയായിട്ട് ഉള്ള ഇങ്ങനെ ഇരട്ട സംഖ്യകളോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളോ തമ്മിലുള്ള എഴുതിയിട്ട് ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ 6 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 6 സംഖ്യകളുടെ ഇടയിൽ വരുന്ന ഇന്റർവെല്ലുകൾ എത്രയാണ്? 5. അപ്പൊ 5 ഇൻറ്റു 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 2. അപ്പൊ 5 ഇൻറ്റു 2 10. ഓക്കെ, അല്ലെങ്കിൽ n-1 ഇൻറ്റു ഡി. n എന്ന് പറയുന്നത് ക്വസ്റ്റ്യനകത്ത് എത്രയാണോ സംഖ്യകളുടെ എണ്ണം കൊടുത്തിരിക്കുന്നത് അതും, ഡി എന്ന് പറഞ്ഞാൽ 2 സംഖ്യകൾ തമ്മിൽ ഇരട്ട സംഖ്യകളാവുമ്പോൾ വ്യത്യാസം എത്രയാണ്? 2. ഓക്കെ, അപ്പം ആൻസർ 10 ആണ്. ഓപ്ഷൻ ബി 10. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരി, അതിനു മുമ്പേ നമ്മളുടെ കോഴ്സിന്റെ കാര്യം പറയട്ടെ. ഡിഗ്രി പ്രിലിംസിന്റെ PYQ സെക്ഷൻസ് ആണ് ബ്രഹ്മാസ്ത്ര 3.0. അതിൽ 999 ആണ് റേറ്റ് വരുന്നത്. 100+ അവേഴ്സ് ക്ലാസ്സസ് ആണ്. കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ സെക്ഷൻസ് ആണ്. 40 days ചലഞ്ച് ഉണ്ട്. മോക്ക് എക്സാമുകൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ക്രാഷ് കോഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കുള്ള ഡിഗ്രി പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ സെക്ഷൻ ആണ്. അതുപോലെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അതിൽ 100+ അവർ ക്ലാസ്സസ് ഉണ്ട്. ക്രാഷ് കോഴ്സ് ആണ്. 40 days ചലഞ്ച് ആണ്. ഈ വരുന്ന എക്സാമുകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ളതാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, SBCID, എക്സൈസ് ഇൻസ്പെക്ടർ, SI, അസിസ്റ്റന്റ് ജയിലർ, അസിസ്റ്റന്റ് ട്രിബ്യൂണൽ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഇത്രയും എക്സാമുകൾ ഫോക്കസ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ മെയിൻ എക്സാം എഴുതണം. ഡിഗ്രി പ്രിലിംസ് ആദ്യമേ നമുക്ക് ക്വാളിഫൈഡ് ആവണം. സോ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ബ്രഹ്മാസ്ത്ര 3.0. മാർച്ച് 16 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. നല്ലൊരു അവസരമാണ്. സോ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ടൈം ആൻഡ് വർക്ക്. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? 60 ദിവസം കൊണ്ട്, അതായത് 60 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ, ഒരു ജോലി കുറച്ച് ആളുകളെ ഏൽപ്പിച്ചു, ഒരു കരാറുകാരനെ ഏൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. ഓക്കെ, ഇനി 12 ദിവസത്തിന് ശേഷം 12 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് 12 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കരാറുകാരൻ എന്ത് ചെയ്തു? 70 പേരെ കൂടി ഈ ആളുകളുടെ കൂട്ടത്തിൽ ചേർത്തു. അപ്പൊ മൊത്തം 210 പേരുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 70 പേരെയും കൂടി ചേർത്തപ്പോൾ മൊത്തം ജോലിക്കാരുടെ എണ്ണം എത്രയായിട്ട് മാറി? 280 ആയിട്ട് മൊത്തം ജോലിക്കാരുടെ എണ്ണം മാറി. അങ്ങനെയാണെങ്കിൽ ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും? അതായത് ഈ പറയുന്ന 280 ആളുകൾ കൂടി ചേർന്ന് ബാക്കി വരുന്ന ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ 12 ദിവസത്തിന് ശേഷമാണ് ഈ പറയുന്ന 70 പേരെ ആഡ് ചെയ്തത് അല്ലേ? അപ്പൊ നോക്കിക്കേ, ആദ്യം നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. M1D1 ഈസ് ഈക്വൽ ടു M2D2. M D എന്ന് പറയുന്നത് M ആളുകളുടെ എണ്ണമാണ്. ഇവിടെ നമുക്ക്
എം എന്നുള്ളത് മെന്നിന്റെ എം യൂസ് ചെയ്യാം. ഡി എന്ന് പറയുന്നത് ഡേയ്സ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം 60 ദിവസമായിരുന്നു. 60 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചത്. പക്ഷെ 12 ദിവസം കഴിഞ്ഞപ്പോൾ 70 പേരെയും കൂടി ചേർത്തു. അപ്പം ആദ്യം എങ്ങനെ വരും? 210 ഇൻറ്റു ആദ്യത്തെ D1 എന്ന് പറയുന്നത് ഡേയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 60 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാനാണ് കരാറുകാരൻ 210 പേരെ നിയമിച്ചത്. പക്ഷേ 12 ദിവസത്തിന് ശേഷം 70 പേരെയും കൂടെ ചേർത്ത്. അപ്പൊ 12 ദിവസത്തിന് ശേഷം, അപ്പൊ ഇവിടെ 48 ആണ്. 60-ൽ നിന്നും 12 കുറച്ചിട്ട് വേണം ഇവിടെ എഴുതാനായിട്ട്. ഈക്വൽ ടു രണ്ടാമത് വന്നപ്പോൾ 280 പേര് ഇൻറ്റു D2. ഈ D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ബാക്കി വരുന്ന ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? 48 ദിവസത്തെ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി 248 ദിവസവും കൂടി. അപ്പം എത്ര ദിവസം കൊണ്ട് ഈ 280 പേര് ചേർന്ന് ആ ജോലി ചെയ്തു തീർക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. കാരണം 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പറയുന്ന 70 പേരെ കൂടി ചേർത്തത്. അപ്പൊ രണ്ടും കൂടി ഈക്വൽ ആയിട്ട് വരണം. അപ്പൊ അതിന് നമ്മൾ 60 ദിവസത്തെ ആയിരുന്നു നമ്മളുടെ ഒരു കരാറ്. അതിൽ നിന്ന് 12 ദിവസത്തിന് ശേഷമാണ് ഈ പറയുന്ന 70 പേരെ കൂടെ ആദ്യത്തെ ജോലിക്കാരുടെ കൂടെ കൂട്ടിയത്. അപ്പൊ മൊത്തം ജോലിക്കാരെന്ന് പറയുന്നത് 280 പേരായി. അപ്പൊ ഈ 280 പേര് ബാക്കിയുള്ള ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി, ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം നമുക്ക് D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 12 ദിവസത്തിന് ശേഷമുള്ള ഇതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് 48. അത് നമുക്ക് തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് വരും? 210 ഇൻറ്റു 48/280. ഇത് നമ്മൾക്ക് എന്താ 7ന്റെ ടേബിളിൽ കട്ട് ചെയ്യാം. 3, 4 ഇവിടെ വരുമ്പോൾ 12. സോ എത്ര ദിവസം വേണം? 36 ദിവസം കൊണ്ട് ഈ 280 പേരും ഈ വരുന്ന ജോലികൾ, ബാക്കിയുള്ള ജോലികൾ കംപ്ലീറ്റ് ചെയ്തോളും. ഓക്കെ, ഇവിടെ നമുക്ക് തെറ്റാൻ സാധ്യത വരുന്നത് 60 ഇൻറ്റു 210 നമ്മൾ എടുത്തു വെക്കും. അല്ല, 12 ദിവസത്തിന് ശേഷമാണ് 70 പേരെ കൂടെ ചേർത്ത്. അപ്പൊ ഈ രണ്ടും നമുക്ക് ഈക്വൽ ആയിട്ട് നിൽക്കണം. M1 D1 ഈസ് ഈക്വൽ ടു M2 D2 എന്ന് എഴുതണം. അപ്പൊ 12 ദിവസത്തിന് ശേഷം വരുന്നതാണ് നമ്മൾ 210 ഇൻറ്റു 60 മൈനസ് 48 ആണ്. 60 മൈനസ് 12 ആണ് ഈ 48 എന്ന് പറയുന്നത്. എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പം 36 ദിവസം കൊണ്ട് ഈ 280 പേരും ബാക്കി വരുന്ന ജോലി കംപ്ലീറ്റ് ആക്കിക്കോളും. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, 36. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ശരി, ഇനി ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കുറച്ച് ടൈം പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ട, ഇച്ചിരി സ്റ്റെപ്പൊക്കെ ഉള്ള ഒരു ചോദ്യമായിരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾക്ക് ചെയ്യാനും പറ്റും. 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരും. 2 കുതിരകൾക്ക് കൂടിയാണോ 6000 രൂപ, അതോ ഒരു കുതിരയാണോ 6000 രൂപയ്ക്ക് വിൽക്കുന്നതെന്ന്? എങ്ങനെ പോയാലും നമ്മൾ ഡിഗ്രി ലെവലിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വായിച്ച് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മാത്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇംഗ്ലീഷ് വേർഷൻ വായിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. മലയാളം വായിച്ചോളൂ, പക്ഷേ ഇംഗ്ലീഷും കൂടി ഒന്ന് നോക്കുക. ഡിഗ്രി ലെവൽ എക്സാം ആവുമ്പോൾ എന്തെങ്കിലും മലയാളത്തെ ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്കത് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇംഗ്ലീഷ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ഇംഗ്ലീഷ് വേർഷൻ ആണ് ഡിഗ്രി ലെവലിന് വാലിഡിറ്റി വരുന്നത്. സോ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കുക. നമ്മൾ ഇതിന്റെ ഇംഗ്ലീഷ് വേർഷനകത്ത് കൊടുത്തിട്ടുണ്ട് 2 കുതിരകളെ ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുതിരയ്ക്ക് 6000 രൂപ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇംഗ്ലീഷ് വേർഷന് വാലിഡിറ്റി ഉള്ളതുകൊണ്ട് അതായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അല്ല 2 കുതിരയും 6000 രൂപയ്ക്ക് വിറ്റ് 3000 എന്നൊന്നും നമ്മൾ എഴുതി വെക്കരുത്. ഇതിനകത്ത് ഇംഗ്ലീഷ് വേർഷനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്
ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഹോഴ്സസ് 2 ഹോഴ്സസിന് ഈച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഒരു ഹോഴ്സിനാണ് 6000 രൂപ, ഒരു കുതിരയാണ് 6000 രൂപയ്ക്ക് വിൽക്കുന്നത്. 2 കുതിരയും കൂടി 12000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പം ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതായിരിക്കും ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് നല്ലത്. രണ്ടും കൂടി നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ മലയാളത്തിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ നമ്മൾ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് വായിക്കുക. അതായിരിക്കും വാലിഡിറ്റി ഉണ്ടാവുന്നത് ഡിഗ്രി എക്സാമുകൾക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനകത്ത് വേർഷനകത്ത് ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കുതിരയ്ക്കാണ് 6000 രൂപയ്ക്ക് വിൽക്കുന്നത്. ഓക്കെ, ഈച്ച് എന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇങ്ങനെ വിറ്റപ്പോൾ ഈ വിറ്റ വ്യക്തിക്ക് നഷ്ടമോ ലാഭമോ ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? കുതിരയെ വാങ്ങിയ വിലയ്ക്ക് തന്നെ പുള്ളിക്കാരൻ കുതിരയെ വിറ്റു. അങ്ങനെ വാങ്ങിയ വിലയ്ക്കും വിൽക്കുമ്പോഴാണല്ലോ ലാഭമോ നഷ്ടമോ ഒന്നും കിട്ടാത്ത. ആ ഒരു കൺസെപ്റ്റ് നമുക്കറിയാമല്ലോ. നമ്മൾ വാങ്ങിയ വിലയെക്കാളും വിറ്റ വില കൂടുതലാണെങ്കിൽ നമ്മൾക്ക് ലാഭം, നമ്മൾ വാങ്ങിച്ചതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ നമ്മൾക്ക് നഷ്ടം സംഭവിക്കും. പക്ഷെ ഇവിടെ എന്താണ്, ഈ ഒരു കുതിര കച്ചവടത്തില് ലാഭമോ നഷ്ടമോ അയാൾക്കില്ല. അതിന്റെ അർത്ഥം കുതിരയെ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് ആ കുതിരയെ വിറ്റിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയും സെല്ലിംഗ് പ്രൈസ് വിറ്റ വിലയും സെയിം ആണ് അല്ലേ. അപ്പൊ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2 കുതിരയാണ്. 2 കുതിരയെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് ആദ്യം പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എഴുതാം. വിറ്റ വില 2 കുതിരയും കൂടിയാണ് 6000 രൂപയ്ക്ക് വിറ്റിരിക്കുന്നത് ആണല്ലോ. അപ്പൊ 12000 രൂപയാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നഷ്ടമോ ലാഭമോ അയാൾക്കില്ല. നഷ്ടവും ലാഭവും ഇല്ലാത്തത് കൊണ്ട് തന്നെ വാങ്ങിയ വിലയും എന്ത് തന്നെ ആയിരിക്കും? ഈ പറയുന്ന 12000 രൂപയാണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് SP എന്ന് പറഞ്ഞാൽ വിറ്റ വില, അതറിയാമല്ലോ. കോസ്റ്റ് പ്രൈസ് ആണ് CP, വാങ്ങിയ വില. ഇത് വിറ്റ വില, സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് വാങ്ങിയ വില. ഓക്കെ, അപ്പം കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വാങ്ങിയ വിലയും വിറ്റ വിലയും ആദ്യത്തെ കേസിൽ സെയിം ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റു കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ഇത്രയും സംഭവം ആദ്യം നമ്മൾ എഴുതി. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തെ ഒരു കുതിരയെ 25% ലാഭത്തിലാണ് വിറ്റത്. അപ്പം ഒരു കുതിരയുടെ വിറ്റ വില നമുക്കറിയാം 6000 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ കുതിരയുടെ വാങ്ങിയ വില നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനെ നമുക്ക് കോസ്റ്റ് പ്രൈസ് 1 എന്ന് എഴുതാം അല്ലേ. വാങ്ങിയ വില, ഈ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റു. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് ആ കുതിരയുടെ വാങ്ങിയ വില കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിറ്റ വില എന്ന് പറയുന്നത് 6000 രൂപ. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? വിറ്റ വില ബൈ 100 പ്ലസ് ലാഭശതമാനം ഇൻറ്റു 100. പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ആണ്. അപ്പം 100 പ്ലസ് 25 125% ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. ഇനി എന്താ, ഇത് ഡിവൈഡ് ചെയ്യുക. 20 25 4 5 ഇത് 12. അപ്പം ആദ്യത്തെ കുതിരയുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 4800 ആണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില കിട്ടുമല്ലോ. രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില CP2 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പം മൊത്തം വാങ്ങിയ വില എന്ന് പറയുന്നത് 12000 രൂപയാണ്. ആദ്യത്തെ കുതിരയുടെ വാങ്ങിയ വില നമ്മൾ കണ്ടുപിടിച്ചു 4800. അപ്പൊ രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില നമുക്ക് കാണാമല്ലോ. 12000 മൈനസ് 4800. ഇത്ര ഓക്കെ അല്ലേ? 12000 മൈനസ് 4800 എത്ര വരും? 7200. ഇത്രയും വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അപ്പം ആദ്യം പറഞ്ഞു ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം. അപ്പം നമുക്കറിയാം നഷ്ടമാണ്. കാരണം രണ്ടാമത്തെ കുതിരയെ വാങ്ങിയ വില 7200, അതിനെ വിറ്റ വില എത്രയാണ്? 6000 രൂപ. അപ്പോഴേ നമുക്ക് മനസ്സിലായി അത് നഷ്ടമാണെന്ന്. അപ്പം നഷ്ട ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എത്രയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ കുതിരയുടെ കാര്യത്തിൽ
വാങ്ങിയ വില, രണ്ടാമത്തെ കുതിരയെ വാങ്ങിയ വില 7200 അതിനെ വിറ്റ വില 6000 അങ്ങനെയാണെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത് 1200 രൂപ നഷ്ടമാണ്. 7200 മൈനസ് 6000. നഷ്ടം കണ്ടുപിടിക്കാൻ അറിയത്തില്ലേ? നഷ്ടം എന്ന് പറയുമ്പോൾ എന്താ ഇക്വേഷൻ? നഷ്ടം അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. വാങ്ങിയ വില കൂടി നിൽക്കുകയാണെങ്കിൽ, വിറ്റ വിലയെക്കാട്ടിലും വാങ്ങിയ വില കൂടുതലാണെങ്കിൽ അത് നഷ്ടം. അപ്പൊ ഇവിടുത്തെ നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ 7200 മൈനസ് 6000. ഇവിടെ ഞാൻ നോട്ട് ചെയ്തേക്കാം. 7200 മൈനസ് 6000 ദാറ്റ് ഈസ് 1200 നഷ്ടം. ഇനി ഒരു പക്ഷേ 1200 എവിടെ വന്നെന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയാലും. ഓക്കെ, ഇപ്പൊ വാങ്ങിയ വില നഷ്ടശതമാനമാണെങ്കിലും ലാഭശതമാനമാണെങ്കിലും നമ്മൾ വാങ്ങിയ വില വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ 7200 ഇൻറ്റു 100. ഈ 0 വെട്ടി 6, 50, 3. 50/3 എന്ന് പറഞ്ഞാൽ 16, 2/3%. ഓക്കെ, 16, 2/3 മിക്സഡ് ഫ്രാക്ഷനിലാണ് ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 50/3 നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ, അപ്പൊ 50/3 നമ്മളൊരു മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ 16, 2/3% നഷ്ടം വന്നിരിക്കും. 16 × 3 48, 48 + 2 50, അങ്ങനെ 50/3%. അപ്പം ഇത്രയും സ്റ്റെപ്പുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ? അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പുകൾ വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എങ്ങനെയാണ്? ഒന്നുകൂടെ പറയാം. 2 കുതിരകളെ 6000 രൂപ വീതമാണ് വിറ്റിരിക്കുന്നത്. അതായത് ഒരു കുതിരയ്ക്ക് 6000 രൂപയാണ് വിറ്റ വില. അപ്പൊ 2 കുതിരയുടെ വിറ്റ വില എന്ന് പറയുന്നത് 6000 + 6000 എത്രയാണ്? 12000. അത് മനസ്സിലായല്ലോ. ഇനി ഈ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ കച്ചവടക്കാരൻ ഉണ്ടായിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? വാങ്ങിയ വിലയും വിറ്റ വിലയും ഒന്ന് തന്നെയാണ്. അങ്ങനെ ലാഭവും നഷ്ടവും ഇല്ല. അതാണ് ആദ്യത്തെ 2 സെന്റൻസിൽ പറഞ്ഞത്. അപ്പം വിറ്റ വിലയും വാങ്ങിയ വിലയും സെയിം ആണ്. രണ്ടും എത്രയാണ്? 12000 രൂപ. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നേ? ഈ 2 കുതിര ഉണ്ടല്ലോ, അതില് ഒരു കുതിരയെ പുള്ളി 25% ലാഭത്തിൽ വിറ്റു. അങ്ങനെയാണെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടശതമാനം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ നഷ്ടശതമാനമാണെങ്കിലും ലാഭശതമാനമാണെങ്കിലും നമുക്ക് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഓരോ കുതിരയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 25% ലാഭത്തിന് വിറ്റ കുതിര, ആ കുതിരയുടെ വാങ്ങിയ വിലയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അതാണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. കാരണം വാങ്ങിയ വില കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വിറ്റ വില ഡിവൈഡഡ് ബൈ ലാഭശതമാനം തന്നിരിക്കുന്നത് കൊണ്ട് 100 + ലാഭശതമാനം, അതാണ് 100 + 25% ഇൻറ്റു 100. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 4800 രൂപയാണ് ആ പറഞ്ഞ 25% ലാഭത്തിന് വിറ്റ കുതിരയുടെ വാങ്ങിയ വില എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുതിരയുടെ വാങ്ങിയ വില കണ്ടുപിടിച്ചാൽ മറ്റേ കുതിരയുടെ വാങ്ങിയ വില കിട്ടുമല്ലോ. കാരണം ഈ 2 കുതിരകളുടെ വാങ്ങിയ വില എത്രയാണെന്ന് ആദ്യമേ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 12000. ഇപ്പൊ രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില എത്രയാ? 7200. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇത് കിട്ടിയപ്പോഴേ നമുക്ക് മനസ്സിലായി നഷ്ടമാണെന്ന്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നഷ്ടശതമാനമാണ്. കാരണം ആദ്യം ഒരു കുതിരയുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 6000, വിറ്റത് 7200. അപ്പം നഷ്ടം കണ്ടുപിടിച്ചതാണ് 1200. അപ്പം നഷ്ടശതമാനം 1200 വാങ്ങിയ വില, നഷ്ടം വാങ്ങിയ വില ഇൻറ്റു 100. അങ്ങനെ വെട്ടി നമ്മൾ ക്യാൻസൽ ചെയ്തൊക്കെ ചെറുതാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് 50/3 എന്ന് വരും. 50/3 മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതിയപ്പോഴാണ് നമുക്ക് 16, 2/3 16 2/3% ആണ് ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമുക്ക് സ്റ്റെപ്പായിട്ട് ചെയ്ത് ടൈമൊക്കെ എടുത്ത് ചെയ്തേ പറ്റൂ. ഷോർട്ട് കട്ട് ഒന്നുമില്ല. കാരണം നമുക്ക് ഈ വാങ്ങിയ വിലയൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ തെറ്റിപ്പോവാൻ സാധ്യത ഉള്ളത് 6000 രൂപയാണോ 2 കുതിരയുടെയും വില എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുണ്ട് ഈച്ച് എന്ന് പറയുമ്പോൾ ഒരു കുതിരയാണ് 6000. അപ്പൊ 2 കുതിര 12000 രൂപ. അപ്പൊ ഡൗട്ട് വരുന്ന കേസസിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിക്കുക. അതിനാണ് ഡിഗ്രി എക്സാമിന് വാലിഡിറ്റി വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ ഇക്വേഷൻ ഓക്കെ ആണല്ലോ. വാങ്ങിയ വില എന്ന് പറയുമ്പോൾ വിറ്റ വില ബൈ 100 + ലാഭശതമാനം ഇൻറ്റു 100. ഓക്കെ, അത് വേണമെങ്കിൽ ഇവിടോട്ട് നോട്ട് ചെയ്യാം. വാങ്ങിയ വില കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വാങ്ങിയ വില = വിറ്റ വില ബൈ ലാഭശതമാനം ആയതുകൊണ്ട് നമുക്ക് പ്ലസ്
ലാഭശതമാനം ഇൻറ്റു ഓക്കെ ഇവിടെ ഒരു 100 ഉണ്ട്. ഓക്കെ, ഇതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇത് മിക്സഡ് ഫ്രാക്ഷനിലാണ് കിട്ടിയത് 62/3%. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുപോലെ ടൈം ഒക്കെ എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിച്ച് വേണം നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതാനായിട്ട്. കാരണം ഇനി മുന്നോട്ട് വരുമ്പോൾ നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. അപ്പം മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്തെടുത്ത് പഠിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ പഠിക്കുക. അതായിരിക്കും നമുക്ക് സ്പീഡ് കൂടാനും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും ഉള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? ഇതും അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. കാരണം ഇതൊരു സീക്വൻസ് നമുക്ക് ഗണിത ശ്രേണി തന്നിരിക്കുന്നു, എത്ര പദങ്ങൾ ചേർക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത് നമുക്ക് ഈ ഓപ്ഷൻസ് ഇട്ട് ഇക്വേഷനകത്ത് വരുന്നത് ഇക്വേറ്റ് ചെയ്ത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ ചെയ്യാനായിരുന്നു നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? സം ഓഫ് n ഇത്രയും Sn സം നമുക്ക് തുക കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഇക്വേഷൻ അറിയായിരുന്നു. എങ്ങനെയാ? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇതായിരുന്നു സം ഓഫ് n ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് n ടേംസ് മീൻസ് ഇത്ര പദങ്ങൾ വരണം ഈ തുക കിട്ടാൻ. തുക ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 10,877 തുക നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ തുക കിട്ടാൻ വേണ്ടി എത്ര ടേംസ്, അതായത് എത്ര പദങ്ങൾ, ഈ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ് എത്ര പദങ്ങൾ നമ്മൾ ചേർക്കണം എങ്കിലാണ് ഇത് കൂട്ടുമ്പം നമുക്ക് ഈ പറയുന്ന തുക എന്ന് പറയുന്നത് 10,877 ഈ ഒരു തുക നമുക്ക് വരാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ശ്രേണി എന്ന് പറഞ്ഞാൽ 5, 9, 13 എക്സെട്ര ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും സിമ്പിൾ എന്നല്ല, കുറച്ച് ടൈം എടുക്കും, എന്നാലും നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻസിൽ ഇത് ഇട്ടുകൊടുത്ത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ എന്നിന് ഇവിടെ ആൻസർ വരുന്നത് എന്താ? ഇപ്പൊ ആദ്യം നമ്മൾ 71 ഇട്ട് കൊടുത്തു. 71 ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടത്തില്ല. അതുപോലെ 63 ഇട്ട് കൊടുത്താൽ നമ്മൾക്ക് ആൻസർ കിട്ടില്ല. ഇതിനകത്തെ ആൻസർ എന്ന് പറയുന്നത് 73 ആണ്. കാരണം ഈ നമ്പേഴ്സ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഇതൊരു ഓപ്ഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഓപ്ഷൻസിൽ നിന്നും നമ്മൾ ആൻസറിലേക്ക് എത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്നിന് 73 ഇട്ട് കൊടുത്താൽ ഇവിടെ n എന്ന് പറയുന്ന വാല്യൂ 73 ഇട്ട് കൊടുക്കുമ്പോൾ n/2 73/2 ഇൻറ്റു 2 ഇൻറ്റു a എന്ന് പറയുന്ന എത്രയാണ്? ഫസ്റ്റ് ടേം. a എന്ന് പറയുന്ന ഫസ്റ്റ് ടേം 5ഉം ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 4. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ സീരീസ് തന്നിട്ടുണ്ട് 5, 9, 13. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, ദാറ്റ് ഈസ് 5. ഈ ടേംസ് ഓരോ നമ്പേഴ്സിന്റെ ഇടയിൽ വരുന്ന ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന സ്മോൾ d എത്രയാണ്? പൊതുവ്യത്യാസം 9 - 5 4, അല്ലെങ്കിൽ 13 - 9 4 അവിടുത്തെ d എന്ന് പറയുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2 ഇൻറ്റു 5 പ്ലസ് എന്നിന് അഗെയിൻ 73 - 1 ഇൻറ്റു 4. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പം ഈ പറയുന്ന 10,877 ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സംഭവം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 10,877 വരും. 10 പ്ലസ് 72 ഇൻറ്റു 4. ഓക്കെ, ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടും 72 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 288. ഇവിടെ 73 ഇൻറ്റു 2 ഇൻറ്റു 298 വരും. അതായത് 199 ഇൻറ്റു 73 ചെയ്യുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണോ നോക്കുക. ഈ 73 ഇട്ട് ഈ ഇക്വേഷനകത്തോട്ടിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന 10,877
10,877 വരുന്നതെങ്കിൽ നമ്മളുടെ ആൻസർ കറക്റ്റ്. നമ്മൾ രണ്ട് സൈഡും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കുകയാണ് എങ്കിലേ നമുക്കിത് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ പറ്റും. ഓപ്ഷൻസ് ഇട്ട് കൊടുത്ത് ചെയ്യുക, അതാണ് നമുക്ക് പോസിബിൾ. ഓക്കെ, 27, 9 3s are 27, 29, 5, 63, ഓക്കെ. മൾട്ടിപ്ലൈ ചെയ്ത് തെറ്റിപ്പോയോ? അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് വരുന്ന ആൻസർ ആണ്. ഓക്കെ, 10,877 ആണ് വരുന്നത്. ഇവിടെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. സ്റ്റെപ്പ് സംഭവം സെയിം തന്നെയാണ്. ഇപ്പം നോക്കിയേ, 73/2 ഇൻറ്റു 72 ഇൻറ്റു 4 പ്ലസ് 10. 72 ഇൻറ്റു 4, 72 ഇൻറ്റു 4 എന്ന് പറയുമ്പം 8, 288. അപ്പം 288 പ്ലസ് 10 എന്ന് പറയുമ്പം 73/2 ഇൻറ്റു 298 ആണ് വരുന്നത്. ഓക്കെ, അപ്പം 298 ഡിവൈഡഡ് ബൈ 2, 1 480. അപ്പൊ 149 ആയിരുന്നു. ഓക്കെ, ഞാനത് 199 നമ്മുടെ എഴുതി വെച്ചു, മൈ മിസ്റ്റേക്ക്, സോറി. അപ്പം എന്ത് ചെയ്യുക, 149 ഇൻറ്റു 73 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഈ കിട്ടുന്ന 10,877 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഇതിപ്പോ കുറച്ച് ടൈം എടുക്കും. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഉടനെ 73 എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും ഈ പറയുന്ന ഒരു 77 കാണുമ്പം നമുക്കൊരു 3 ഇൻറ്റു 9 ആ ഒരു രീതിയിൽ വരുമോ എന്നുള്ളതൊക്കെ വെച്ച് നമുക്ക് ഇടയ്ക്കുള്ള ഓപ്ഷൻ 63 73 ഒക്കെ ഇട്ട് ചെയ്യാം. എങ്ങനെ വന്നാലും നമുക്ക് അത്യാവശ്യം ടൈം പോകും. കാരണം ഇത് ഓപ്ഷൻസിൽ നിന്നും എടുത്ത് ഒരു ട്രയൽ ചെയ്തിട്ട് രണ്ട് വശവും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം. ഇപ്പൊ മൂന്നാമത്തെ ഓപ്ഷനാണ് 73 കിടക്കുന്നത്. അപ്പൊ ആദ്യം 71 അല്ലെ 63, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ 71 ആദ്യം ഇട്ട് കൊടുക്കുന്നു, ഇപ്പൊ കിട്ടിയില്ല, അടുത്ത 73 ഇട്ട് കൊടുത്തു, എന്തായാലും ഭാഗ്യത്തിന് അത് നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രയൽ ആൻഡ് എറർ ആണ്, ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ആദ്യം നമുക്കറിയണം. Sn is equal to n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം, ഇവിടെ ടേംസ് പറഞ്ഞിട്ടുണ്ട് 5. d എന്ന് പറയുന്ന ഡിഫറൻസ് ആണ്, രണ്ട് ടേംസ്, അത് എത്രയാണ്, 4 ആണ് വരുന്നത്. എന്നിട്ട് എന്നിന് നമ്മൾ 73 ഇട്ട് കൊടുക്കുമ്പം ഈ പറയുന്ന 10,877 വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ രണ്ട് വശവും ഈക്വലായി. അങ്ങനെയാണ് പദങ്ങൾ എത്ര ചേർക്കണം എന്നുള്ളത് നമ്മൾ 73 എന്നുള്ളത് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഇതുപോലെയൊക്കെ ടൈം പോകുന്ന ക്വസ്റ്റ്യൻസും അത്യാവശ്യം ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അല്ലേ. കാരണം മുന്നോട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് നല്ല അപ്ഗ്രേഡ് ചെയ്ത് ഡെവലപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്, ചിലത് നല്ല ടൈം പോകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, അതിനു മുന്നേ നമ്മളുടെ ഒരു കോഴ്സിന്റെ കാര്യം പറയാം. കമ്പനി ബോർഡ് LGSന്റെ കോഴ്സാണ്. കമ്പനി ബോർഡ് LGSന് വേണ്ടി കേരള PSCയുടെ വിദ്യാരംഭ 2.0 ഉടനെ ക്ലോസ് ചെയ്യുകയാണ്. ഇനിയും കുറച്ച് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണുള്ളത്. മൂന്നാമത്തെ ബാച്ച് ആയിരുന്നു. ആ ബാച്ച് 3 എന്ന് പറയുന്നത് ക്ലോസിംഗ് സൂൺ ആണ്. 499 ആണ് റേറ്റ്. വെഫ്കോ LDC വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് LDC 2027 75% ഓഫ് ഉണ്ട്. അപ്പം ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ഉടനെ ഈ ഒരു ബാച്ച് ക്ലോസ് ചെയ്യുകയാണ്. അപ്പൊ LGS എഴുതാൻ പോകുന്നവരും LDCയും VFA എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവര് ഇനി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. 499 ആണ് റേറ്റ് വരുന്നത്. ഫൗണ്ടേഷൻ കോഴ്സ് ആയിരുന്നു അല്ലെ, PSCയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ആയിരുന്നു. സോ ബേസ് ലെവലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ബിഗിനേഴ്സിനും റീസ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ എല്ലാവർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബേസ് കോഴ്സാണ്, എല്ലാ സബ്ജക്ട്സും. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടായിരുന്നെങ്കിൽ ജോയിൻ ചെയ്യുക. 499 ആണ് റേറ്റ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് ആണ്. 1500 തൊട്ട് 400 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള
ഇനിയിപ്പോൾ മെയ് 2 ഡിഗ്രി പ്രിലിംസ് നമുക്ക് എഴുതണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. 299 ആണ് റേറ്റ് വരുന്നത്. ഈ പറയുന്ന എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസാണ്. എല്ലാ സബ്ജക്ട്സും ഉള്ള ടെസ്റ്റ് സീരീസ് ആണ്. ഇപ്പം ടെസ്റ്റ് സീരീസ് എഴുതുമ്പം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതിനിപ്പോൾ നമുക്ക് നമ്മുടെ ലെവൽ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. പഠിക്കാം മീൻസ് നമ്മൾ എവിടെയാണ്, നമ്മളുടെ അറിവ് എത്രത്തോളം ഉണ്ട്, നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. 299 ആണ് റേറ്റ് വരുന്നത്. സോ ഇത്രയും എക്സാമുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. 2-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവരാണ്. അപ്പോൾ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാത്തവർ, പർച്ചേസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വലിയ സമയമൊന്നും നമുക്ക് ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. ഇവിടെ നോക്കിക്കേ, 9x + 3x - 90 = 0. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ മൂല്യം എത്ര, അതായത് ഈ പവറിൽ കിടക്കുന്ന എക്സിന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് 9x + 3x - 90 = 0. 9x + 3x - 90 = 0. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 9x + 3x = 90. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ എക്സിന് ഈ ഓപ്ഷൻ സി നിന്ന് നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടി നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ നമുക്ക് എക്സിന് നമ്മൾ ക്യൂബ് ഇട്ട് കൊടുത്തു. അപ്പൊ 27 + 3 ക്യൂബ് 9ന്റെ ക്യൂബ് + 3യുടെ ക്യൂബ് എങ്ങനെ പോയാലും 90-നെക്കാട്ടിലും മേലെയുള്ള ആൻസർ ആയിരിക്കും വരുന്നത്. ഇപ്പൊ 6 കൊടുത്താലും അങ്ങനെ തന്നെ, ഇനിയിപ്പോ 4 കൊടുത്താലും അത് തന്നെ. പക്ഷെ 2 കൊടുത്ത് നോക്കിക്കേ, എക്സിന്റെ വാല്യൂ 2 കൊടുത്താൽ, ഇതിപ്പോ ചെറിയ ചെറിയ വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് മനക്കണക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എക്സിന് സ്ക്വയർ ഇട്ട് കൊടുത്താൽ 9ന്റെ സ്ക്വയർ എന്ന് പറയുമ്പം എത്രയാണ്, 9² + 3². 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81, 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പൊ ഇത് കൂട്ടുമ്പോൾ 90 കിട്ടി. അപ്പൊ എക്സിന്റെ വില എത്രയാണ്, 2. അപ്പൊ ഇതും നമുക്ക് ഓപ്ഷൻ സി എന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെറിയ വാല്യൂസ് ആയിരുന്നു. അപ്പൊ എക്സിന് ഈ ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്ന പവർ ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈ പവർ ഇട്ട് കൊടുത്തിട്ട് കൂട്ടുമ്പോൾ നമുക്ക് ഈ 90 കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എക്സിന് 2 കൊടുത്തപ്പം 9ന്റെ സ്ക്വയർ + 3യുടെ സ്ക്വയർ. 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81ഉം 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പൊ 81 + 9 90. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ, 2 ആണ് അല്ലേ. കുറച്ച് സമയം മതിയായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ശതമാനം ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ ഇംഗ്ലീഷിന് തോറ്റു, 53% പേർ ഗണിതം മാത്സിനും തോറ്റു, പിന്നെ 2 വിഷയങ്ങളിലും 15% തോറ്റു. 15% കുട്ടികൾ ഈ പറയുന്ന 2 വിഷയങ്ങളിലും തോറ്റു. അങ്ങനെയാണെങ്കിൽ ഈ 2 വിഷയങ്ങളിലും വിജയിച്ച ആളുകളുടെ ശതമാനം പെർസെൻറ്റേജ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വിജയിച്ചവരുടെ പെർസെൻറ്റേജ് ശതമാനം. അപ്പൊ ഒന്ന് നോക്കിയേ, 2 എക്സാമുകളാണ് അല്ലെ, 2 സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ 40% ആളുകൾ തോറ്റു. ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൽ 40% ആളുകൾ തോറ്റു. പിന്നെ മാത്സ് ഗണിതത്തിൽ എത്രയാണ്, 53% പേര് തോറ്റു. ഇനി ഈ 2 വിഷയങ്ങളിലും കൂടി 15% ആളുകൾ തോറ്റു അല്ലേ. 15% പേര് ഇംഗ്ലീഷിലും തോറ്റു, മാത്സിലും തോറ്റു. അപ്പൊ മാത്സിലും ഇംഗ്ലീഷിലും കൂടി ഒരുമിച്ച് തോറ്റവര് 15% പേര്.
അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷിൽ തോറ്റവരുടെയും മാത്സിൽ തോറ്റവരുടെയും ഇതിനകത്ത് ആരും കൂടെ ഉൾപ്പെട്ട് വരുന്നുണ്ട്, 2 വിഷയത്തിലും തോറ്റവരുടെ ലിസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ നോക്കിക്കേ, ഇംഗ്ലീഷിലും മാത്സിലും കൂടി ഒരുമിച്ച് തോറ്റവര് 53 + 40 എത്രയാണ്? 93 ആണല്ലോ. ഇനി ഈ 2 വിഷയങ്ങളിലും 15% ആളുകൾ തോറ്റു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഈ 15% ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ. കാരണം ആദ്യം ഇംഗ്ലീഷിൽ 40% പേര് തോറ്റെന്ന് പറഞ്ഞു, മാത്സിൽ 53% പേര് തോറ്റെന്ന് പറഞ്ഞു, പിന്നെ ഈ 2 വിഷയങ്ങളിലും കൂടെ ഒരുമിച്ച് 15% കുട്ടികൾ തോറ്റു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കണക്കില് ഈ രണ്ടും കൂടെ 93% പറഞ്ഞതിനകത്ത് ഈ 15% കൂടി ഉൾപ്പെടുന്നുണ്ട് ആണല്ലോ. അപ്പം ഈ പറഞ്ഞ 93-ൽ നിന്നും 15 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 78%. ഓക്കെ, ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ 2 വിഷയങ്ങളിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇനി വിജയിച്ചവരുടെ കണ്ടുപിടിക്കണം അല്ലേ. 2 വിഷയങ്ങളിലും കൂടി 15% തോറ്റു. അങ്ങനെ ഈ 2 ഇതിൽ നിന്നും കൂട്ടിയിട്ട് ഈ 15% ഇതിൽ ഉൾപ്പെടും. കാരണം 40% കുട്ടികൾ ഇംഗ്ലീഷിൽ തോറ്റു, 2 വിഷയങ്ങളിലും കൂടി 15% ഇതിലുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന 15% കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ജയിച്ചവരുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ മൊത്തം 2ലും കൂടെ തോറ്റത് 78%. അങ്ങനെയാണെങ്കിൽ 2ലും കൂടെ ജയിച്ചത് എത്ര പേരേ ഉള്ളൂ? മൊത്തം നമ്മൾ 100%-ൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ. അപ്പൊ 100 - 78 എത്രയാ? 28%. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇതൊരു നമ്മളുടെ വെൻ ഡയഗ്രം പോലെയാണ് കേട്ടോ. വെൻ ഡയഗ്രം നമ്മൾ സെറ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ? സെറ്റ് എന്ന് പറയുന്നതിനകത്ത് വെൻ ഡയഗ്രത്തിൽ, കാരണം നമ്മൾ ആദ്യം ഇംഗ്ലീഷിലെ കാര്യം പറയുന്നു, മാത്സിലെ കാര്യം പറയുന്നു, നമ്മൾ വെൻ ഡയഗ്രംസ് വരയ്ക്കില്ലേ? മാത്സ്, ഇംഗ്ലീഷ്, ഇതിന്റെ ഇടയിൽ 2ലും കൂടെ വരുന്നതാണ് 15%. അപ്പൊ ഈ 50-ലും ഉണ്ട് ഈ പറയുന്ന ഇംഗ്ലീഷിലും ഉണ്ട് മാത്സിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷും മാത്സിലും കൂടി നമ്മൾ ആഡ് ചെയ്ത് 93%. അതിൽ നിന്നും ഈ പറയുന്ന 15% കൂടി ഉൾപ്പെട്ടതാണ്. വീണ്ടും അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പം ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇംഗ്ലീഷിലും മാത്സിലും തോറ്റ കുട്ടികളിൽ ഈ പറയുന്ന 15% ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അതിനെ മൈനസ് ചെയ്തത് 78%. അതിൽ നമുക്ക് ജയിച്ചവരെന്ന് പറഞ്ഞാൽ മൊത്തം നമ്മൾ 100% അല്ലേ എടുക്കുന്നത്. അപ്പൊ ആ 100-നകത്തുനിന്ന് ഈ പറയുന്ന 78% കുറച്ച് കളഞ്ഞാൽ മതി. അങ്ങനെയാണ് നമുക്ക് 22% കിട്ടിയത്. ഓക്കെ, അത് നമുക്ക് എന്താണ് ഇവിടെ 15% വരുമ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ല. കാരണം തോറ്റവരുടെ കാര്യം തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. 2 വിഷയങ്ങൾ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷും മാത്സും. അതിൽ ഇംഗ്ലീഷിൽ 40% കുട്ടികൾ തോറ്റു, മാത്സിൽ 53% കൊടുത്തു. പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ 2 വിഷയങ്ങളിലും 15% തോറ്റാൽ ഇനി ജയിച്ചവരുടെ ശതമാനം, ഈ 2ലും ജയിച്ചവര്. അപ്പൊ ആദ്യം ഇംഗ്ലീഷിനും മാത്സിനും സെപ്പറേറ്റ് ഒരു പെർസെൻറ്റേജ് തന്നിരുന്നു. അപ്പൊ അതിനകത്ത് ഉൾപ്പെട്ടവരാണ് ഈ പറയുന്ന 15%. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് കൂട്ടി അതിനകത്തുനിന്ന് 15% കുറച്ച് കളഞ്ഞത്. ഇനി ജയിച്ചവരുടെ ശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തത്തിൽ നമ്മൾ 100% അല്ലേ പറയുന്നത്. അപ്പൊ 100-ൽ നിന്നും 22% പേരാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ശരി, ഇനി നമുക്ക് ഇത് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്രയും സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒന്നും എഴുതേണ്ടയില്ല. ഇതിൽ വെച്ച് തന്നെ നമുക്ക് എഴുതാം. ഇത്രയും പേര് ഇതിൽ തോറ്റിട്ടുണ്ട്, മറ്റേത് കുറയ്ക്കുക 100. ഇതിന്റെ ഒന്നും ഇത്രയും സ്റ്റെപ്സിന്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അതുപോലെ നമ്മളുടെ വേറൊരു കോഴ്സിന്റെ കാര്യം കൂടി പറയാം. LP UPയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. 999 ആണ് റേറ്റ് വരുന്നത്. 500 അവർ ക്ലാസ്സസ് ഉണ്ട്. സിലബസ് വൈസ് ക്ലാസ്സസ് ആണ്. ക്ലാസ്സസ് ഓൾറെഡി ഫെബ്രുവരി 16 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇപ്പോഴും ഓഫർ ഉണ്ട്, 50% ഓഫാണ്. 1 ഇയർ വാലിഡിറ്റി ആണ് കോഴ്സിന് വരുന്നത്. ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഫ്രം ദ ബിഗിനിങ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകും. 1 വർഷത്തേക്കുള്ള കോഴ്സാണ്. അപ്പം ജോയിൻ ചെയ്യുക. 500 അവർ ക്ലാസ്സസ് ആണ്. പിന്നെ മെയിൻ ആയിട്ടും സിലബസ് വൈസ് ക്ലാസ്സസ് ഉണ്ട്. പിന്നെ വിദ്യാരംഭം 2 പർച്ചേസ് ചെയ്ത യൂസേഴ്സിന് ഒരു എക്സ്ട്രാ 50% ഓഫറും കൂടി കിട്ടും.
അപ്പോൾ LP UP ഒക്കെ എഴുതാൻ പോകുന്നവർ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. നല്ലൊരു അവസരമാണ്. ഫൗണ്ടേഷൻ കോഴ്സാണ്. അപ്പം നമുക്ക് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ SCRTയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓൾഡ് ആൻഡ് ന്യൂ SCRT സിലബസ് അനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. 399 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 7000+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7000+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾക്ക് എഴുതി പരിശീലിക്കാം. എങ്ങനെയാണ് നമ്മളുടെ ലെവൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. SCRTക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ PSC എക്സാമുകൾക്ക്. അപ്പം SCRTയുടെ ഓൾഡ് SCRTയുടെ സിലബസ് അനുസരിച്ചിട്ട് ഉള്ളതുണ്ട്, ന്യൂ SCRTയുടെ ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. 399 ആണ് റേറ്റ് വരുന്നത്. സോ ജോയിൻ ചെയ്യാത്തവർ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്തിട്ട് നമ്മളുടെ ലെവൽ എത്രയാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ബ്രഹ്മാസ്ത്ര 3 പറഞ്ഞു, SCRTയുടെ ടെസ്റ്റ് സീരീസും പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളായിരുന്നു. അതിനകത്ത് എന്താണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. നമ്മൾ മെയിൻ ആയിട്ടും നമ്മൾ എത്ര മീൻസ് ഒരുപാട് ക്വാണ്ടിറ്റി ഇട്ട് പഠിക്കുന്നതിലും നല്ലത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. കാരണം നമ്മൾക്കിപ്പോൾ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോഴാണെങ്കിലും നമ്മളുടെ ലെവൽ എവിടെയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ PYQs ചെയ്യുമ്പോൾ, ഇപ്പോൾ ബ്രഹ്മാസ്ത്ര 3 എന്ന് പറഞ്ഞ കോഴ്സിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്താൽ നമ്മൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കംപ്ലീറ്റ് സെക്ഷൻ. അപ്പം PYQ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര നമ്മൾ എക്സ്പീരിയൻസ്ഡ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഒരുപാട് എക്സാം എഴുതിയ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ കാണാൻ പോവുകയാണ്, അല്ല റീസ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വന്നിരിക്കും. ഏജ് ലിമിറ്റ് ഒക്കെ ഇപ്പോൾ കൂട്ടിയോണ്ട് ഒരുപാട് പേര് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും എക്സാമിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് പോകുന്നവരായിരിക്കും. അപ്പം നമ്മൾക്ക് നമ്മളുടെ ലെവൽ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ മാത്സ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ പെൻഡിങ്ങിൽ ഇടാതെ എത്രത്തോളം നമുക്ക് വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റുമോ അത്രയും വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളുടെ ക്വസ്റ്റ്യൻ ഇത് എടുത്തതിനകത്ത് ഡീറ്റെയിലിംഗ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് കിട്ടിയത്. ബാക്കിയൊക്കെ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിലിംഗ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ ആ ഒരു എക്സാം May 2 എഴുതാനായിട്ട് നമ്മൾ പോകേണ്ടത്. മാത്സിന് 20 മാർക്സ് ആണ് നമുക്കറിയാം. മാത്സ് ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഈ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്തു വരേണ്ട ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും ഡിഗ്രി ലെവൽ എക്സാം എഴുതുമ്പോൾ ഇംഗ്ലീഷ് ലെവലിലെ ക്വസ്റ്റ്യൻസിനാണ് വാലിഡിറ്റി. എന്തെങ്കിലും ഡൗട്ട് വരുന്നവർ ആ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലുള്ളത് വായിച്ചു നോക്കുക. എന്നിട്ട് വേണം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, മലയാളത്തിൽ വായിച്ച് എന്തെങ്കിലും ഒരു ഗ്രാമാറ്റിക്കൽ എറർ, ഒരു മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോവും. ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കി ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.